ചണ്ടാല ഭിക്ഷുകി എന്ന കവിത പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ശമരിയ പട്ടണത്തിൽ സുഖാർ എന്ന സ്ഥലത്ത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. വഴി നടന്ന് ക്ഷീണിച്ച യേശു ക്ഷീണം അകറ്റുവാനായി ആ സ്ത്രീയോട് ദാഹജലം ചോദിച്ചു. താൻ അധകൃതയായ സ്ത്രീയാണെന്നും തന്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കുന്നത് തെറ്റല്ലേ എന്നും ആ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നു. എന്നാൽ സമത്വത്തിന്റെ സന്ദേശം ക്രിസ്തുദേവൻ ഇവിടെ പകരുന്നതാണ് ഈ സംഗീത ശില്പത്തിന്റെ ഇതിവൃത്തം. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു ശമരായത്തി. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. കയറില്ല പാളയമില്ല, നീ എങ്ങനെ വെള്ളം കോരും? ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും? ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും? ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമിയെന്നു കുടിച്ചാൽ നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യജലം നാഥ നൽകേണമെനിക്കൊരു പാത്രം. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. മഹിളെ നീ വീട്ടിൽ പോയി നീ കണവനെയും കൊണ്ടുവരൂ നീ. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. ഗുരുവേ നീ കോപിക്കരുത്, വീട്ടിൽ ഞാൻ എന്തിനു പോകാൻ? ഇല്ലില്ല സത്യമെനിക്കോ ഭർത്താവില്ല. ഇല്ലില്ല സത്യമെനിക്കോ ഭർത്താവില്ല. നീ ചൊന്നതു സത്യം തന്നെ, കണവന്മാരഞ്ചുണ്ടായി. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിൻഹിതമെൻ ജീവചരിത്രം നീ എങ്ങനെ സർവമറിഞ്ഞു? ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. മകളെ നീ ശങ്കിക്കണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുന്നിൽ